എൻ്റെ പേര് ജയറാം. ഇത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽ കണ്ണമ്പ്ര പഞ്ചായത്തിൽ മഞ്ഞപ്ര എന്ന സ്ഥലത്തുള്ള കോങ്ങോട്ടെ തറവാടാണ്. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് പണിതിട്ടുള്ളൊരു വീടാണിത്. 14 മുറികളുണ്ട്. 2 ഏക്കർ സ്ഥലത്ത് 2 കുളവും 2 കിണറുമായിട്ടുള്ള പണിതിട്ടുള്ളൊരു വീടാണത്. ഏകദേശം 100ഓളം ആൾക്കാർ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ അതിൽ 5ാം തലമുറക്കാരനാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പണിതിട്ടുള്ള വീടാണത്. കണ്ണമ്പ്ര രാമൻ നായർ, കല്യാണിക്കുട്ടിയമ്മ, അവരാണ് ഇതിൻ്റെ വീടുണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ 5ാമത്തെ തലമുറയാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ ഈ കണ്ണമ്പ്ര നായർ വീടെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കണ്ണമ്പ്രയിൽ തന്നെ വലിയൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ കണ്ണമ്പ്ര രാമൻ നായരാണ് ഇതുണ്ടാക്കിയ ആൾക്കാർ. അപ്പോൾ അവർക്ക് ഒരുപാട് ഈ കാടും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ മരം അന്നൊരു പ്രശ്നമല്ല, പണിയും ഒരു പ്രശ്നമല്ല. ഏകദേശം എനിക്ക് അവർ പറഞ്ഞു കേട്ട വിവരമനുസരിച്ച് ഏകദേശം 1 കൊല്ലത്തോളം ഇവിടെ താമസിച്ച് പണിയെടുത്തിട്ടാണ് ഈ വീടുണ്ടാക്കിയിട്ടുള്ളതെന്നാണ്. എല്ലാ മരങ്ങളും വീട്ടിൽ നിന്ന് വെക്കണം. എല്ലാം ഈ ജനലിനൊക്കെ ഈ ജനലിൻ്റെ അഴികളൊന്നും കമ്പിയൊന്നുമില്ല, എല്ലാം മരത്തിൻ്റെ അഴികളാണ്. കണ്ടില്ലേ, ഓരോ റൂമിലും 3 ജനൽ വീതമുണ്ട്. 3 ജനൽ മിനിമം ഉണ്ടാവും. അന്ന് പിന്നെ മരത്തിനൊന്നും പ്രശ്നമില്ല. ഇവർ തന്നെ കാടും ഇതൊക്കെയുള്ള മരം കൊണ്ടുവരിക, മുറിക്കുക, അങ്ങനെ ആ ഒരു ഇതായിരുന്നല്ലോ, ആ രീതിയായിരുന്നു. നടുമിറ്റുള്ളതുകൊണ്ട് ആ വരാന്തര പ്രദേശത്തൊന്നും പിന്നെ വേറെ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. വൈകുന്നേരം 7 മണി വരെ വേറെ വെളിച്ചമൊന്നും വേണ്ട. കാരണം ആ കോണി കയറി കഴിഞ്ഞാൽ ചുറ്റും വരാന്തയും ഈ നടുമിറ്റത്തിന് വരാന്തയാണ്. ചൂടും ലൈറ്റും രണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ നടുമിറ്റങ്ങൾ കൊണ്ടാണ്. ഈ നടുമിറ്റുള്ള വീടുകളിൽ വേറൊന്നും ആവശ്യമില്ലെന്നുള്ളതാണ്. പിന്നെ ഫർണിച്ചറൊക്കെ പഴയ ടൈപ്പ് ഫർണിച്ചറുകളാണ്. അന്ന് മോൾക്കുള്ള ഫർണിച്ചറുകളാണ്. അതൊന്നും ഞങ്ങൾ മാറ്റി വരുത്തിയില്ല. ആ ഫർണിച്ചറെല്ലാം ഇപ്പോഴും എല്ലാ റൂമിലും കിടക്കുന്നുണ്ട്. അതിപ്പോഴും ഞങ്ങൾ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ഫർണിച്ചറിൻ്റെ. കാരണം ഈ ഇതിലുള്ള ഫർണിച്ചർ വേറെ വീട്ടിന് യൂസ് ചെയ്യാൻ പറ്റില്ല, വേറെ വീട്ടിന് സൂട്ട് ചെയ്തില്ല. ഈ 2 കുളം 2 ആവശ്യങ്ങൾക്കുള്ളതാണത്. മറ്റേ 1 കുളം വലിയ കുളം ഞങ്ങൾ കുളിക്കാനും ഇതിനൊക്കെയുള്ള. മറ്റേത് ആക്ച്വലി പഴയ കാലത്തുള്ള ഈ സ്ത്രീകൾക്കുള്ള അവരുടെ പീരിയഡ് സമയത്ത് കുളിക്കാനും പിന്നെ അത്യാവശ്യം പാത്രം കഴുകാനാണ് ആ കുളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല. പിന്നെ മറ്റേത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളെല്ലാവരും ഇത് തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം കുളിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ തന്നെ കുളിക്കുന്നത്. അപ്പോൾ ഈ 4 കെട്ട് വേറൊരു പ്രത്യേകത എന്താ, എല്ലാ 4 കെട്ടിനകത്തും എന്തെങ്കിലും ഒരു ഈശ്വര പ്രതിഷ്ഠ ഉണ്ടാവും. ഇവിടെ അങ്ങനെ പ്രതിഷ്ഠയില്ല. കാരണം തൊട്ടടുത്ത് ഞങ്ങൾ ഈ അമ്പലമുള്ള കാരണം വേറെ ഇതിനകത്തൊരു പ്രതിഷ്ഠയില്ല. സാധാരണ നാഗപ്രതിഷ്ഠ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ ഞങ്ങളങ്ങനെ ഒരു പ്രതിഷ്ഠയില്ല ഈ വീടിനകത്ത്. ഇനി അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ, ഞങ്ങളൊരു കുടുംബക്ഷേത്രമാണ് ഈ അയ്യപ്പൻകാവ്, മഞ്ഞപ്ര അയ്യപ്പൻകാവ്. അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവും എൻ്റെ തൊട്ട് മരുമകൻ എൻ്റെ അച്ഛൻ എക്സിക്യൂട്ടീവ് ട്രസ്റ്റ് കഴിഞ്ഞൊരു 60-70 കൊല്ലം അവർ രണ്ടുപേരായിരുന്നു എക്സിക്യൂട്ടീവ് ട്രസ്റ്റായിട്ട് മുന്നോട്ട് വരുന്നതായിരുന്നു. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ്. എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മക്കൾ, അവരുടെ പേരൊക്കെ, അങ്ങനെ ഒരു ജനറേഷൻ ഞങ്ങൾ ഒന്നിച്ചായിരുന്നതല്ല. ഈ എല്ലാ റൂമുകളും ഓക്യുപ്പൈഡായിരുന്നു. എല്ലാ റൂമിലും ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ റൂമിലും എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങൾ കോമൺ ആയിട്ടായിരുന്നു. അടുക്കള എല്ലാം കോമൺ ആയിട്ട്. വളരെ അടുത്ത കാലം വരെ ഈ മഞ്ഞപ്ര പ്രദേശത്ത് ഏറ്റവും അവസാനം ഈ കൂട്ടുകുടുംബം ഞങ്ങൾ തന്നെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പക്ഷേ ഒന്നിച്ച് താമസിക്കുന്നതിന് മാത്രമേ. ഇപ്പോൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒന്നിച്ച് ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 100 പേര് ഒന്നിച്ച് താമസിക്കുന്ന അതിൻ്റേതായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ. അപ്പോൾ ഒന്നിച്ച് താമസിക്കാനുള്ള ഇപ്പോഴും ഞങ്ങൾ ശ്രമിക്കുകയാണ്. വീണ്ടും ഇതൊന്ന് പുനരുജ്ജീവിക്കുക, ഇവിടെ നിന്ന് താമസിക്കാൻ പറ്റുമെന്നൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരും കൂടെ കോമൺ ഒരു ഫങ്ഷൻസൊക്കെ നടത്തിയിട്ട്. ഇവിടെ തന്നെ ഈ ഒരു 4 കെട്ട് ടൈപ്പിൽ ഈ പരിസരത്ത് ഈ വീട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പോയി കഴിഞ്ഞു. ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലേക്ക് ഈ വീടിനോടൊരു അറ്റാച്ച്മെൻറ്റ്, അന്ന് ഞങ്ങളുടെ ആ പഴയ ഓർമ്മകൾ, അതൊരു വല്ലാത്ത അനുഭവം. ഇനിയും ഞങ്ങളുടെയൊക്കെ കാലം വരെ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യും. അതിന് ശേഷം അറിയില്ല അടുത്ത ജനറേഷൻ എന്താ ചെയ്യുന്നതാണ്.